ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 19. യേശു യെരിഹോവിൽ പ്രവേശിച്ച് ആ പട്ടണത്തിലൂടെ പോകുകയായിരുന്നു. സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ അവിടെയുണ്ടായിരുന്നു. അവൻ നികുതി പിരിവുകാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ സക്കായി ശ്രമിച്ചെങ്കിലും ആൾക്കൂട്ട നിമിത്തം സാധിച്ചില്ല. കാരണം അയാൾക്ക് ഉയരം കുറവായിരുന്നു. അതുകൊണ്ട് അയാൾ മുന്നോട്ട് ഓടി. യേശുവിനെ കാണേണ്ടതിന് ഒരു കാട്ടത്തി മരത്തിൽ കയറി. യേശുവിന് ആ വഴിയാണ് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടതാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. സക്കായി വേഗത്തിൽ ഇറങ്ങി വന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇത് കണ്ടവർ എല്ലാവരും അദ്ദേഹം ഒരു പാപിയുടെ അതിഥിയാകാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു പിറുപിറുത്തു. എന്നാൽ സക്കായി അവിടെ നിന്ന് കർത്താവിനോട്, കർത്താവേ, ഇതാ എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം. ആരുടെയെങ്കിലും എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ ഞാൻ 4 മടങ്ങ് മടക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. യേശു സക്കായിയോട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. ഇദ്ദേഹവും അബ്രഹാമിൻ്റെ ഒരു മകനാണല്ലോ. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. യേശു യെരുശലേമിന് സമീപത്തായിരുന്നതുകൊണ്ടും ദൈവരാജ്യം ഉടനെ പ്രത്യക്ഷമാകും എന്ന് അവർ കരുതിയിരുന്നതുകൊണ്ടും തന്നെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന ജനത്തോട് യേശു ഒരു ഉപമയും കൂടെ പറഞ്ഞു. കുലീനനായ ഒരു മനുഷ്യൻ രാജാധികാരം പ്രാപിച്ച് തിരിച്ചു വരുന്നതിന് വേണ്ടി ദൂരദേശത്തേക്ക് യാത്ര പോയി. അദ്ദേഹം തൻ്റെ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 മിന കൊടുത്ത ശേഷം, ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇതുകൊണ്ട് നിങ്ങൾ വ്യാപാരം ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ആ ദേശത്തിലെ പൗരന്മാർക്ക് അദ്ദേഹത്തോട് വെറുപ്പായിരുന്നതിനാൽ അദ്ദേഹം പോയതിന് പിന്നാലെ പ്രതിനിധികളെ അയച്ച് ഈ മനുഷ്യന് ഞങ്ങളുടെ രാജാവാകേണ്ട എന്ന് ബോധിപ്പിച്ചു. എന്നാൽ രാജ്യത്വം പ്രാപിച്ച് അദ്ദേഹം മടങ്ങി വന്നപ്പോൾ താൻ പണം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പിച്ചു. ഒന്നാമത്തവൻ വന്ന്, യജമാനനെ, അങ്ങ് തന്ന നാണയം കൊണ്ട് 10 കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം അയാളോട്, കൊള്ളാം, നല്ല ദാസനെ, വളരെ ചെറിയ കാര്യത്തിൽ നീ വിശ്വസ്തനായതുകൊണ്ട് നീ 10 പട്ടണങ്ങളുടെ അധികാരിയാകുക എന്ന് പറഞ്ഞു. രണ്ടാമത്തവൻ വന്ന്, യജമാനനെ, അങ്ങ് തന്ന നാണയം കൊണ്ട് 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ 5 പട്ടണങ്ങളുടെ അധികാരിയാകുക എന്ന് അദ്ദേഹം അയാളോട് കൽപ്പിച്ചു. മറ്റൊരാൾ വന്ന്, യജമാനനെ, ഇതാ അങ്ങയുടെ നാണയം, ഞാൻ അതൊരു തുവാലയിൽ പൊതിഞ്ഞ് മാറ്റി വെച്ചിരുന്നു. നിക്ഷേപിക്കാത്തത് മടക്കി വാങ്ങുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കണിശക്കാരനായ മനുഷ്യനാണ് അങ്ങ് എന്നതിനാൽ ഞാൻ അങ്ങയെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. രാജാവ് അയാളോട്, ദുഷ്ടദാസനെ, നിന്റെ വായിലെ വാക്കുകൾ കൊണ്ട് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കണിശക്കാരനായ മനുഷ്യൻ എന്ന് നിനക്ക് അറിയാമായിരുന്നല്ലോ. എങ്കിൽ എന്തുകൊണ്ട് അത് പണം ഇടപാടുകാരെ ഏൽപ്പിച്ചില്ല? ഞാൻ വന്ന് എൻ്റെ പണം പലിശയോടുകൂടെ അപ്പോൾ മടക്കി വാങ്ങുമായിരുന്നല്ലോ. പിന്നെ അദ്ദേഹം അടുത്തു നിൽക്കുന്നവരോട്, അയാളുടെ കയ്യിൽ നിന്നും ആ നാണയമെടുത്ത് 10 ഉള്ളവന് കൊടുക്കുക എന്ന് പറഞ്ഞു. കർത്താവേ, അവന് 10 നാണയമുണ്ടല്ലോ എന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു. ഉള്ളവന് കൂടുതൽ നൽകും, ഇല്ലാത്തവനിൽ നിന്നും അവനുള്ളത് കൂടെ എടുത്തു കളയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഞാൻ രാജാവാകുന്നത് സമ്മതമില്ലാത്ത എന്നോട് ശത്രുതയുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുക എന്ന് അദ്ദേഹം കൽപ്പിച്ചു. ഇത് പറഞ്ഞതിന് ശേഷം യേശു അവർക്ക് മുമ്പായി യെരുശലേം ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഒലിവുമലയ്ക്കരികെയുള്ള ബേത്സ്ഫാഗയ്ക്കും ബഥാന്യയ്ക്ക് സമീപത്ത് എത്തിയപ്പോൾ അവിടുന്ന് തൻ്റെ 2 ശിഷ്യരെ ഇങ്ങനെ പറഞ്ഞിട്ട് അയച്ചു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക. അതിൽ പ്രവേശിക്കുമ്പോൾ ആരും ഒരിക്കലും ഇരുന്നിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾ കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരിക. എന്തിനാണ് ഇതിനെ അഴിക്കുന്നത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം. അയക്കപ്പെട്ടവർ പോയി യേശു തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടിയെ അവർ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ, എന്തിനാണ് നിങ്ങൾ ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രങ്ങൾ അതിൻ്റെ മേൽ ഇട്ട് യേശുവിനെ അതിന്മേലിരുത്തി. അവിടുന്ന് മുമ്പോട്ട് നീങ്ങിയപ്പോൾ അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. യേശു ഒലിവുമലയുടെ ഇറക്കത്തിന് അടുത്തെത്തി. അപ്പോൾ ശിഷ്യരുടെ കൂട്ടം ഒന്നടങ്കം തങ്ങൾ കണ്ട സകല അത്ഭുത പ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് അത്യുച്ചതിൽ ആർത്തു വിളിച്ചു.
ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരീശന്മാർ യേശുവിനോട്, ഗുരു, അങ്ങയുടെ ശിഷ്യരെ ശാസിക്കുക എന്ന് പറഞ്ഞു. അതിന് യേശു, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു യെരുശലേമിന് സമീപം എത്തിയപ്പോൾ നഗരത്തെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ സമാധാനത്തിനായുള്ള കാര്യങ്ങൾ നീ തന്നെ ഈ ദിവസം അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാൽ ഇപ്പോഴോ അത് നിന്റെ കണ്ണിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിനക്കെതിരെ കോട്ട കെട്ടി വളഞ്ഞ് എല്ലാ വശത്തു നിന്നും നിന്നെ ഞെരുക്കുന്ന കാലം വരുന്നു. നിന്നെയും നിന്റെ മക്കളെയും അവർ നിലത്ത് തള്ളിയിടും. അവർ നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കില്ല. നിന്റെ സന്ദർശനത്തിൻ്റെ സമയം നീ അറിയാതിരുന്നതിനാൽ തന്നെ. പിന്നെ യേശു ദൈവാലയ ഗണത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തുന്നവരെ പുറത്താക്കി തുടങ്ങി. എൻ്റെ ആലയം പ്രാർത്ഥനാലയമായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കൊള്ളക്കാരുടെ ഗുഹ ആക്കിയിരിക്കുന്നുവെന്ന് യേശു അവരോട് പറഞ്ഞു. അവിടുന്ന് ദിവസവും ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. എന്നാൽ മുഖ്യപുരോഹിതന്മാരും വേദശാസ്ത്രികളും ജനപ്രമാണികളും യേശുവിനെ നശിപ്പിക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു. എങ്കിലും ജനമെല്ലാം യേശുവിൻ്റെ വാക്കുകളിൽ ആകൃഷ്ടരായിരുന്നതിനാൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് നിശ്ചയമില്ലായിരുന്നു.